പിഞ്ചു ചായ വേണോ നിനക്ക്? ആ വേണം. ബിസ്ക്കറ്റ് വേണോ? ആ വേണം. എന്നാ മമ്മി, എന്തെങ്കിലും പറയാനുണ്ടോ? ഓ ഞാൻ എന്നാ പറയാനോ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിന് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് പോയപ്പോൾ തൊട്ട് മമ്മിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്നോട് എന്തോ പറയണം എന്നിങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലോ, നിന്റെ ഒരു തീരുമാനത്തിനും ഇനി ഞാൻ അഭിപ്രായം പറയാൻ വരത്തില്ല. നിനക്ക് നല്ല പ്രായമായി, നീ നിന്റെ തീരുമാനങ്ങൾ നീ തന്നെ എടുക്കുക. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക. ഇനി എൻ്റെ കാര്യം ചോദിക്കുക, എന്നോട് ചോദിക്കുക, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ തന്നെ ചെയ്യുക. അപ്പോൾ ഉറപ്പാണേ പ്രശ്നമൊന്നുമില്ലെന്ന്. കാരണം നാളെ ഞാൻ ഓഫ് ഷോൾഡർ ഇടാൻ പോവാ. നിന്റെ ഇഷ്ടം. എന്നാലും ഓക്കെ. അല്ല നിന്നെ എന്താ? ഓ ഒന്നുമില്ല. പറഞ്ഞോ, നെഞ്ചിലെ ആ ഭാരം അങ്ങോട്ട് കുറയട്ടെ. എൻ്റെ പൊന്നു പിഞ്ചു, നീ ഈ കക്ഷം കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടോണ്ട് നിന്നിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവായിരുന്നു ഇന്നലെ. എന്തൊരു പൈക്യമാണത് കാണാൻ. നിനക്ക് ചേരത്തേയില്ല. ഒന്നാമത്തെ കാര്യം, നിന്റെ കൈക്ക് വണ്ണമാണ്. കൈക്ക് വണ്ണമുള്ള ആളുകൾ സ്ലീവ്ലെസ് ഇടുമ്പോൾ അത് ചേരത്തില്ല. നീ ഈ കോമാളിത്തരം കാണിക്കുകയാണ് ഓരോരുത്തർ കാണിക്കുന്നതെന്ന് വെച്ചാൽ നീ ഇത് ചെയ്യണം എന്നുണ്ടോ? എന്നാ ഒരു പൈക്യമായിരുന്നു, എന്നാ ഒരു വൃത്തികേടായിരുന്നു. അണ്ടാ ശ്രീകല ടീച്ചറിൻ്റെ മോള് നിന്നെക്കാട്ടിലും പഠിത്തമുണ്ടേ, അവൾ ഡോക്ടറാണേ. അവൾ എന്ത് നല്ലൊരു ചുരിദാറും ഷോളും ഒക്കെ ഇട്ടോണ്ടാ വന്നിരിക്കും. ഇതെന്തൊരു ഐശ്വര്യമാണ്. പെങ്കൊച്ചുങ്ങളായാലും അതുപോലെ വേണം നടക്കാൻ, മനസ്സിലായോ? എനിക്ക് അവിടെ നിൽക്കാൻ മേലായിരുന്നു. പിന്നെ എനിക്ക് എന്തോ ഞാൻ പറയേണ്ടത്, എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. പിന്നെ എന്നിട്ട് കുറെ പേര് നല്ലതാന്ന് എന്നോട് പറഞ്ഞല്ലോ. അത് നീ പൊട്ടിയായിട്ട്